സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ കൊള്ളായിരുന്നു. അങ്ങനല്ല, കുറച്ച് സജിൻ ഗോപു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വര കുഴപ്പമില്ല, വൺ ടൈം വാച്ച്. ഫാമിലി എന്റർടൈനർ ആണ്. അങ്ങനെ ഒരുപാട് എന്റർടൈനർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല, ചിരിക്കാൻ ഇടയ്ക്കൊക്കെ കുറച്ചുണ്ട്. അത്യാവശ്യം നല്ല വൈബാണ് പടം. അനശ്വരരാജനില്ലാതെ കൊള്ളായിരുന്നു. സാധനങ്ങൾ അനശ്വരരാജന്റെ കുറച്ച് ഊള സാധനങ്ങളുണ്ട്. എന്താണ് ഊള സാധനങ്ങളാണ്? ക്രിഞ്ച് കുറച്ച് കൂടുതലാണ്. കോമഡി ഒക്കെ പടം ഫുള്ള് കോമഡിയാണ്. നമ്മളെ അമ്പാന്റെ കോമഡി ഒക്കെ ഉണ്ട്. അതെല്ലാം സെറ്റാണ് പൊളിയാണ്. പടം കണ്ട് എന്ത് പടത്തെ കുറിച്ച് എന്ത് പറയാം? കോമഡി ഒക്കെ ഫസ്റ്റ് ഹാഫും കൊള്ളാം, സെക്കൻഡ് ഹാഫും കൊള്ളാം. കോമഡി ഒക്കെ വർക്ക് ആയിട്ടുണ്ട്. അവരുടെ കോമ്പിനേഷൻ ഒക്കെ നല്ല കോമ്പിനേഷൻ. എങ്ങനെയുണ്ടോ? ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ബോറായിരുന്നു. സെക്കൻഡ് ഹാഫിലും ആദ്യം തുടങ്ങി വന്നപ്പോഴും കുറച്ച് ബോർ തന്നെയായിരുന്നു. പക്ഷെ പിന്നീടാണ് അങ്ങ് കളം മാറി. അനശ്വരരാജൻ എങ്ങനെയുണ്ട് പടത്തിൽ? അനശ്വരരാജൻ പക്ഷെ ഇത്തിരി ബോറായിരുന്നു, ഓവർ ആക്ടിങ് ആയിരുന്നു കുറച്ച്. പിന്നെ നമ്മളെ അമ്പാനല്ലോ, ആവേശത്തിൽ അമ്പാനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് ഫസ്റ്റ് ഹാഫിൽ എല്ലാരും കുറച്ച് ബോറായിരുന്നു. സെക്കൻഡ് ഹാഫാണ് ഈ പടത്തിന്റെ അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ടല്ലോ. കോമഡി ഉണ്ട്. ബോറിംഗ് ആയിട്ട് തോന്നി ഫസ്റ്റ് ഹാഫാണ് ആകെ. എല്ലാരും ബോറിംഗ് ആയിരുന്നു, അതെ. കോമഡി മൊത്തം എങ്ങനെയായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി വന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കളം മാറി. കംപ്ലീറ്റ്ലി കോമഡി തന്നെ. ബിക്കോസ് സീരിയസ്, പക്ഷെ ഇന്ന് ആ സമയത്ത് തന്നെ കോമഡി ആയിട്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.